കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഘടകകക്ഷികളുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ തർക്കം രൂക്ഷമായി. അമ്പലപ്പുഴയ്ക്ക് പകരം പുനലൂർ നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം ജെഡിയു തള്ളി. ചടയമംഗലം വേണ്ട എന്ന് ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ഘടകകക്ഷി നേതാക്കളുമായി ജില്ലയിലെ നേതാക്കൾ ഫോണിൽ നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പായി ഘടകകക്ഷികളുടെ സീറ്റിൽ തീർപ്പുണ്ടാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഫോണിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ അമ്പലപ്പുഴയ്ക്ക് പകരം പുനലൂർ നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം ജെഡിയു നേതാക്കൾ തള്ളി. നേരത്തെ അമ്പലപ്പുഴ ജെഡിയുവിന് നൽകാമെന്നായിരുന്നു ധാരണ. നിയമമണ്ഡലത്തിൽ കോൺഗ്രസ് താൽപര്യം കോവളം പകരം നൽകിയാൽ മാത്രം നിയമം വിട്ടുകൊടുക്കാമെന്ന നിലപാടാണ് ജെഡിയു സ്വീകരിക്കുന്നത്. RSPക്ക് നൽകിയ ഇരവിപുരത്തിനു പകരം ചടയമംഗലം നൽകാമെന്ന കോൺഗ്രസ് നിലപാട് ലീഗും തള്ളി. ചടയമംഗലം വേണ്ടെന്ന ഉറച്ച നിലപാട് ലീഗ് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. തെക്കൻ കേരളത്തിൽ വിജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നാണ് കരുനാഗപ്പള്ളി ലക്ഷ്യമിട്ട് ലീഗിന്റെ ആവശ്യം. ഒരു സീറ്റും അധികം നൽകില്ലെന്ന നിലപാട് കോൺഗ്രസ് തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് KM മാണിയുടെ അഭിപ്രായം. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ വെച്ചുമാറണമെന്ന കോൺഗ്രസിന്റെ ആവശ്യവും മാണി തള്ളി. കുന്നത്തൂർ, ഇരവിപുരം, ചവറ സീറ്റുകൾക്ക് പുറമെ അരൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ നൽകാമെന്ന് RSPയെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സിനിമാ താരം സിദ്ദിഖിന് അരൂർ നൽകാൻ നേരത്തെ കോൺഗ്രസിൽ ധാരണയുണ്ടായിരുന്നു. ഇതോടെ സിദ്ദിഖ് അരൂരിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായി. അതേസമയം കോൺഗ്രസിലെ തർക്കങ്ങൾ തീർത്തിട്ടു മതി ഉഭയകക്ഷി ചർച്ചയെന്ന നിലപാടും ചില ഘടകകക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിയെയും VM സുധീരനെയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അങ്കമാലി സീറ്റ് നിഷേധിച്ച UDF നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച ജോണി നെല്ലൂർ. കോൺഗ്രസ് കൂടെ കൊണ്ടു നടന്ന് ചതിക്കുകയായിരുന്നുവെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. UDF നേതൃത്വത്തിന്റെ വഞ്ചനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ ജേക്കബ് ഗ്രൂപ്പ് നേതൃയോഗം ഇന്ന് മൂവാറ്റുപുഴയിൽ ചേരും. പാർട്ടിയെ ഒറ്റ സീറ്റിലൊതുക്കിയ UDF നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജേക്കബ് ഗ്രൂപ്പിൽ ഉയരുന്നത്. അങ്കമാലി സീറ്റ് നിഷേധിക്കപ്പെട്ട പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചന. UDF നേതൃത്വത്തിന്റെ നിലപാട് കടുത്ത വഞ്ചനയും ചതിയുമാണെന്ന് ജോണി നെല്ലൂർ മൂവാറ്റുപുഴയിൽ പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, കൂടെ കൊണ്ടു നടന്ന് വഞ്ചിക്കുകയായിരുന്നു. ക്രൂരമായ വഞ്ചന, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചതി. നീതികേടെന്ന് പറഞ്ഞാൽ ആ വാക്കൊന്നും പോരാ. രാഷ്ട്രീയ വനവാസത്തിനില്ലെന്നും യഥാസമയം കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുമെന്നും ജോണി നെല്ലൂർ അറിയിച്ചു. ചില മന്ത്രിമാരുടെ അഴിമതിക്കെതിരെ അഭിപ്രായം പറഞ്ഞതാണ് തനിക്കെതിരെയുള്ള വിരോധത്തിന് കാരണം. പാർട്ടി നിലപാട് തീരുമാനിക്കാൻ ഇന്ന് വൈകിട്ട് നേതൃയോഗം മൂവാറ്റുപുഴയിൽ ചേരും. പിറവം സീറ്റ് തിരികെ നൽകി മത്സരരംഗത്ത് നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കണമെന്ന നിലപാടും ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ അനൂപ് ജേക്കബ് ഇതിന് സന്നദ്ധമാകില്ലെന്നാണ് സൂചന. സാലി മുഹമ്മദ്, കൊച്ചി. ജോണി നെല്ലൂരിന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്ന് VM സുധീരൻ. ഘടകകക്ഷികളുമായി വീണ്ടും യോഗം ചേരുമെന്നും പ്രശ്നപരിഹാരം ഉടനെന്നും സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സാധാരണ രീതിയിൽ കണ്ടതാണ്. അദ്ദേഹത്തെ കണ്ട് പൊതുവെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പിന്നെ സീറ്റുകളെ സംബന്ധിച്ച തർക്കങ്ങളൊക്കെ വലിയ താമസം കൂടാതെ തന്നെ തീരും. അത് തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഭംഗിയായി തന്നെ തീരുമെന്ന പ്രതീക്ഷയാണ്. KPCC പ്രസിഡന്റ് VM സുധീരൻ അനുകൂലമായി കൊച്ചി നഗരത്തിൽ പോസ്റ്ററുകൾ, എറണാകുളം DCC ഓഫീസിന്റെ ഭിത്തിയിലും വാതിലുമടക്കം പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ആരോപണ വിധേയരായവരെ ഒഴിവാക്കാൻ പോരാടുന്ന സുധീരന് അഭിവാദ്യങ്ങൾ, സോളാറിനും ബാറിനുമെതിരെ നിലപാടെടുത്ത സുധീരൻ അഭിനന്ദനങ്ങൾ തുടങ്ങിയവയാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ. K ബാബു, ബെന്നി ബെഹനാൻ തുടങ്ങിയവർക്ക് സീറ്റ് നൽകാനാകില്ല എന്ന് സുധീരൻ പരസ്യ നിലപാടെടുക്കുന്നതിനിടെയാണ് ഇരുവരുടെയും തട്ടകമായ കൊച്ചിയിൽ സുധീരന് അനുകൂലമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ ദില്ലിയിൽ മാരത്തൺ ചർച്ചകൾ പുരോഗമിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് രാഹുൽ ഗാന്ധി വീണ്ടും ഇടപെട്ടു. മുതിർന്ന നേതാക്കളായ വയലാർ രവി, KC വേണുഗോപാൽ, K സുധാകരൻ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് തർലിംഗ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, മറ്റു വിശദാംശങ്ങൾ. അരുൺ, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ 2ാം ദിവസമാണ് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ തർക്ക വിഷയത്തിൽ ഇടപെട്ടത്. പക്ഷെ അന്ന് നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായില്ല. അതിനുശേഷം ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും ഈ വിഷയത്തിൽ സജീവമായ ചർച്ചകൾ രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി VM സുധീരനെ രാഹുൽ ഗാന്ധി വസതിയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അറിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ K സുധാകരൻ, KC വേണുഗോപാൽ, വയലാർ രവി തുടങ്ങിയവരെയും വിളിപ്പിച്ചു. കേരളത്തിന്റെ നിലവിലെ തർക്ക
തർക്കങ്ങളുടെ വിശദാംശങ്ങൾ ആരാഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അനൗപചാരിക ചർച്ച മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ മാത്രമാണ് ഈ യോഗത്തിന് ഉള്ളത്. അതേസമയം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ മറ്റംഗങ്ങളുണ്ട്. അവരെയൊന്നും വിളിച്ചിട്ടില്ല. പകരം ഈ 5 അംഗങ്ങൾ മാത്രം കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കാരണം വൈകുന്നേരം 3 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് സമിതി ഈ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും. തെരഞ്ഞെടുപ്പ് സമിതിയിലായിരിക്കും തർക്കങ്ങൾ പരിഹരിക്കുക. അതിനു മുമ്പ് കഴിയുന്നത്ര ഒരു പ്രശ്ന പരിഹാരത്തിലുള്ള ശ്രമങ്ങളാണ് സ്ക്രീനിംഗ് കമ്മിറ്റി നോക്കുന്നത്. എന്തായാലും ലഭിക്കുന്ന ഒരു പ്രകാരം 20 സീറ്റുകളിൽ ലിസ്റ്റ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് പോകുന്നത്. അതിൽ തർക്ക സീറ്റുകളുണ്ട്. K ബാബു, KC ജോസഫ്, അടൂർ പ്രകാശ് തുടങ്ങിയവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ലിസ്റ്റുകൾ വച്ചിട്ടുണ്ട്. KC ജോസഫിന് പകരം മറ്റൊരു പേര് ഇന്ന് കൂടുതലായി VM സുധീരൻ ആഡ് ചെയ്യുകയും ചെയ്തു ആ ലിസ്റ്റിൽ. വൈകുന്നേരം ചേരുന്ന ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. അത് അംഗീകരിക്കാതിരിക്കാൻ എന്തായാലും VM സുധീരനോ ഉമ്മൻചാണ്ടിക്കോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അരുൺ. സന്തോഷ് സർലിംഗ്, ദില്ലിയിൽ നിന്ന്. UDF ഭരണം മാറണമെന്ന് കൂത്തുപറമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ. നികേഷ് കുമാർ അടക്കമുള്ളവർ ഇടതുപക്ഷത്തേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. പുതിയ തലമുറയോട് വിരോധമില്ലെന്നും സഖാവ് പുഷ്പൻ പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ പറയുന്നു, UDF ഭരണം അട്ടിമറിയണം, ഇടതുപക്ഷം അധികാരത്തിൽ വരണം. MP നികേഷ് കുമാർ അടക്കം പുതിയ തലമുറയോട് യാതൊരു തരത്തിലുള്ള വിരോധവും ഞങ്ങൾക്കില്ല. ഇത് പറയാൻ ഏറ്റവും യോഗ്യത സഖാവ് പുഷ്പന് തന്നെയാണ്. 1994 നവംബർ 25-നാണ് കൂത്തുപറമ്പിൽ അഴിമതിക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ നടന്ന യുവജന സമരത്തിനു നേരെ അന്നത്തെ UDF ഭരണകൂടം നിറയൊഴിച്ചത്. 5 പേർ രക്തസാക്ഷികളാവുകയും സംഭവത്തിൽ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇന്നും ശയ്യാവിലംബിയായി കഴിയുകയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ MP നികേഷ് കുമാർ അടക്കം ഇടതുപക്ഷമാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുകയും മത്സരരംഗത്തിറങ്ങുകയും ചെയ്തതോടെ UDF കേന്ദ്രങ്ങൾ കൂത്തുപറമ്പ് സംഭവത്തെ മുതലെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് പുഷ്പൻ പ്രതികരിക്കുന്നത്. പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. നികേഷ് കുമാർ അടക്കം മത്സരരംഗത്ത് വരുന്നു. എന്താണ് പുഷ്പന് പറയാനുള്ളത്? UDFിൻ്റെ ഭരണകൂട ഭീകരതക്കും അഴിമതിക്കുമെതിരായിട്ടാണ് സമരം ചെയ്തിട്ടുള്ളത്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് സമരം നടക്കുന്നത്. പിന്നെ UDF തകരണം, LDF അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹം. പിന്നെ പുതുതലമുറയോട് ഞങ്ങൾക്കാർക്കും വിരോധമില്ല. അവർ പാർട്ടിയിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇല്ല, അത് പുതുതലമുറയോട് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. അല്ലാതെ അവർ പാർട്ടിയിലേക്ക് വരുന്നത് സന്തോഷമേ ഉള്ളൂ. എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വിജയിക്കണം, ഇടതുപക്ഷ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പനൊപ്പം PV ജോഷില. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ TN സീമ പ്രചരണ രംഗത്ത് സജീവമായി. മണ്ഡലത്തിലെമ്പാടും പടർന്നു കിടക്കുന്ന വിപുലമായ സുഹൃത്ത് ബന്ധങ്ങളാണ് സീമയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കടമനിട്ട അനുസ്മരണം സീമ ഉദ്ഘാടനം ചെയ്തത് വ്യത്യസ്തമായ അനുഭവമായി. സ്ഥലം തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പാളയം മാർക്കറ്റ്. മൈക്കിലൂടെ കടമനിട്ടയുടെ കവിത ഒഴുകി വരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും കവിയുമായ ഡോക്ടർ TN സീമയാണ് കവിത ചൊല്ലുന്നതെന്നറിഞ്ഞപ്പോൾ സാധനങ്ങൾ വാങ്ങാനെത്തിയവർക്ക് കൗതുകമായി. കടമനിട്ടയുടെ ഞാൻ ഇവിടെയാണെന്ന കവിത സീമ ചൊല്ലിയപ്പോൾ സദസ് അത് ഏറ്റുചൊല്ലി. ഈ തെരുവീഥിയിൽ എല്ലാ കടയിലും എല്ലാ വിളക്കും അണയുവാൻ കാത്തുകൊണ്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ തൻ തൊലി മാത്രം ഉരിഞ്ഞു പുതച്ചൊന്നുറങ്ങുവാൻ ദുസ്വപ്നമെങ്കിലും കണ്ടൊന്നു ഞെട്ടുവാൻ ഞെട്ടിയുണരുമ്പോഴേക്കും പുതിയൊരു വെട്ടം വിടരുമെന്നാശിച്ചു നിൽപ്പു ഞാൻ. കവിത ചൊല്ലി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പാട്ടും പാടി ജയിക്കുമെന്ന് വോട്ടർമാരിൽ ആരോ ഒരാൾ ഉറപ്പു നൽകി. ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ പ്രൊഫസർ അലിയാർ തന്റെ വോട്ട് സീമയ്ക്കായിരിക്കുമെന്ന് വെളിപ്പെടുത്തി. ചെറുപുഞ്ചിരിയോടെ എല്ലാവരോടും അനുഗ്രഹം തേടി സീമ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തന്റെ സൗഹൃദ വലയം ഏറെയുള്ള മണ്ഡലത്തിൽ വ്യത്യസ്തമായ പ്രചരണ രീതികളോടെ സീമ കൂടുതൽ സജീവമാകും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. നേമത്തെ LDF സ്ഥാനാർത്ഥി
വി ശിവൻകുട്ടി MLA കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലാണ്. എന്നാൽ ഫോണിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും പ്രചരണത്തിൽ ഇപ്പോഴും സജീവമാണ് അദ്ദേഹം. ഇത്തവണയും വിജയം ആവർത്തിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് ശിവൻകുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ നേമത്ത് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി MLA ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അതിനിടയിലാണ് വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കാലിന് ക്ഷതമേറ്റത്. ഇപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായി വീട്ടിൽ വിശ്രമിക്കുകയാണ് വി ശിവൻകുട്ടി. ധൃതി പിടിച്ച് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തിയപ്പോൾ ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് അപ്രതീക്ഷിതമായ ഒരു വീഴ്ച ഉണ്ടായി. അപ്പോൾ ഇടത്തേക്കാലിൻ്റെ ലിഗമെൻ്റ് തകരാറായി. ലിഗമെൻ്റ് തകരാറായാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഒരു വിശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ 26 മുതൽ ഞാൻ പൂർണ്ണമായ വിശ്രമത്തിലാണ്. 7 ദിവസത്തെ ചികിത്സയും വിശ്രമവുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോഴും ഫോണിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. 7 ദിവസം ഞാൻ ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊന്നും വേറെ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വാശിയോടുകൂടി പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട്. ഒരാഴ്ചത്തെ ചികിത്സ പൂർത്തിയാക്കി 3 ദിവസത്തിനകം തന്നെ മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങാമെന്ന പ്രതീക്ഷയിലാണ് വി ശിവൻകുട്ടി MLA. ഒപ്പം നേമത്ത് വിജയം ആവർത്തിക്കാമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. പ്രതിസന്ധികളോട് പൊരുതി കയറിയ ജീവിതമാണ് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷിജി ശിവജിയുടേത്. ജീവിതത്തിലെ ഇല്ലായ്മകളെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട ഷിജി അഭിഭാഷകയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ്. റോഡ് അവസാനിക്കുന്നിടത്തു നിന്ന് തുടങ്ങുന്ന ഈ നേർത്ത ചെമ്മൺ പാതയ്ക്കൊടുവിലെ ഇനിയും പണിതീരാത്ത ഈ ചെറിയ വീട്ടിലെ വീട്ടുകാരിയാണ് ഇക്കുറി കുന്നത്തുനാട്ടിൽ ഇടതുപക്ഷത്തിനായി അംഗത്തിനിറങ്ങുന്നത്. പട്ടിണിയും പ്രാരാബ്ദങ്ങളും അടുത്ത കൂട്ടുകാരായിരുന്ന വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കർഷക തൊഴിലാളികളായിരുന്ന തങ്കപ്പൻ്റെയും തങ്കമ്മയുടെയും മകൾക്ക് ചെരുപ്പ് പോലും ആഡംബര സ്വപ്നങ്ങളായിരുന്നു. എങ്കിലും കരുണയുടെ ചില തുരുത്തുകൾ പിന്നെയും അവശേഷിച്ചിരുന്നു. അവരുടെ സഹായ സഹകരണങ്ങളോടെ നിയമപഠനം വരെ പൂർത്തിയാക്കി. ഈ ദുരിതങ്ങൾക്കെല്ലാം ഇടയിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും സജീവമായി. DYFI, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ, മഹിളാ അസോസിയേഷൻ എന്നിവയുടെ സജീവ പ്രവർത്തക. ഡ്രൈവറായ ശിവജിയാണ് ഷിജിയുടെ ഭർത്താവ്. 4ാം ക്ലാസ് വിദ്യാർത്ഥി ഹിതേഷ്, 2 വയസ്സുകാരൻ ഭരത് എന്നിവർ മക്കളാണ്. മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഷിജി ഇക്കുറി വിജയം നേടിയത്. കുന്നത്തുനാട് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് CPIM-ഉം LDF-ഉം ഇപ്പോൾ ഷിജിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടി എന്നെ പരിഗണിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ടും അതിനകത്ത് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അഭിമാനമുണ്ട്. ഇപ്പം അത്രയും താഴ്ന്നൊരവസ്ഥയിൽ നിന്ന് എന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ചതിൽ. തികച്ചും സാധാരണക്കാരിൽ നിന്നും ഒരാളെയാണ് LDF സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. ഈ തീരുമാനം സാധാരണ കർഷക തൊഴിലാളികൾ നിറഞ്ഞ മണ്ഡലത്തെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ക്യാമ്പുകൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലായിരിക്കും ഏറ്റവും അധികം ചൂട് കൂടുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ചൂട് കുറയില്ല. കിണറുകളും കുളങ്ങളും തോടുകളും എന്തിന് നദികൾ പോലും വറ്റിവരണ്ട വേനലിൽ വെന്തുരുകുകയാണ് കേരളം. എലിനോ പ്രതിഭാസം തുടരുന്നതിനാൽ വേനൽ ഇനിയും കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. എല്ലായിടത്തും ചൂട് അതിന്റെ തീഷ്ണതയിലെത്തിക്കഴിഞ്ഞു. കേരളത്തിൽ വടക്കൻ മേഖല കടുത്ത വേനലിലേക്ക് കടക്കുകയാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പലയിടങ്ങളിലും സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ ജോലിക്കിറങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിൽ 40 ഡിഗ്രി വരെ ചൂട് കൂടുതൽ അനുഭവപ്പെടും. തീരദേശങ്ങളിൽ 37 ഡിഗ്രി വരെയും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും 34 ഡിഗ്രിയുമാണ് ശരാശരി ചൂട് ഉണ്ടാവാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് സൂര്യതാപത്തിന് സാധ്യതയേറുമെന്ന അറിയിപ്പും സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയെ സമ്മർദ്ദത്തിലാക്കുന്നു. കൊടുംവേനലിൽ ആശ്വാസമായേക്കാവുന്ന വേനൽ മഴയുടെ അളവിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളും ഇല്ല. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ചൂട് കുറയാനും ഇടയില്ല. അന്തരീക്ഷ ഊഷ്മാവ് ഇത്ര കണ്ട് വർദ്ധിച്ചിട്ടും സർക്കാർ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതിരോധ നടപടികളും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ കുടിവെള്ളക്ഷാമവും നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പനി, ചിക്കൻ പോക്സ് തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്നതും ആരോഗ്യമേഖലയെ ആശങ്കയിലാക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും ആവശ്യമായ വാക്സിൻ ലഭ്യമല്ലാത്തതും രോഗികളെ വലയ്ക്കുന്നുണ്ട്. ബോധവൽക്കരണം അടക്കമുള്ള നടപടികളുമായി സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്. കൊൽക്കത്തയിൽ മേൽപ്പാലം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ മരണം 25ആയി. സംഭവത്തിൽ മേൽപ്പാലം നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും.
ഇന്നലെയായിരുന്നു യാത്രക്കാർക്കും ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്കും മുകളിലേക്ക് മേൽപ്പാലം തകർന്നു വീണത്.